ഹായ് നമസ്കാരം. വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പ്രഥമനാണ്. നമ്മുടെ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ തരത്തിലുള്ള പ്രഥമൻ. പക്ഷെ ഞാൻ അത് ട്രഡീഷണലായിട്ടുള്ള രീതിയിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റേതായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സദ്യ പ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിലെ കുക്കിംഗ് പാചക വിദഗ്ധനായി നമ്മുടെ വാസിയേട്ടനെ ഫോളോ ചെയ്താണ് നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വാസിയേട്ടൻ്റെ ടേസ്റ്റിലുള്ള പ്രഥമനൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത്, അത് വേറെ ലെവലാണ്. അവരിങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിത് എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അടപ്രഥമൻ വെക്കുന്ന വിധം ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വെക്കുമ്പോൾ അട വേവത്തില്ല എന്നൊരു പരാതി, വേവത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കും. എന്നിട്ട് അട ഇതുപോലെ മുറിച്ച് ഇങ്ങനെ പീസ് പീസാക്കി എടുക്കും. ഇത് പാക്കറ്റ് അടയാണ്, നമ്മുടെ പാക്കറ്റിലെ അടയാണ്. അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറേ നേരം അടച്ചു വയ്ക്കും. അടച്ചു വെച്ചിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ആ അട നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മൾ സദ്യക്കൊക്കെ വയ്ക്കുന്ന പോലത്തെ അടപ്രഥമൻ കിട്ടും. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഈ അടയ്ക്കകത്തോട്ട് ഒഴിച്ചു വയ്ക്കാം. മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു വയ്ക്കണം. ഇനി ഇതുപോലൊരു അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ കുറച്ച് ചവ്വരി കൂടെ വേവിച്ചെടുക്കുകയാണ്. ചവ്വരി വേവിച്ചിട്ട് അതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പായസത്തിനകത്ത്. അപ്പോൾ ഇതും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഈ അട നമ്മൾ ഇതുപോലെ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ അത് കണ്ടില്ലേ, ഇതുപോലെ കുതിർത്ത് വെച്ചിരിക്കുക. ഈ അട ഇനി ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവാം. കുക്കറിനകത്തോട്ടിട്ട് 2 വിസിലിട്ടാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയുടെ പായസത്തിനകത്ത് അട അതുപോലെ വെന്ത് ഫസ്റ്റായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് വരും പാകത്തിന്. കുക്കറിനകത്തോട്ടിട്ട് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ ആദ്യം താമസവും നിർത്തില്ല, കറക്റ്റായിട്ട് വേവുകയും ചെയ്യും. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ അടപ്രഥമനൊക്കെ വെച്ച് നോക്കി, അത് അട വേവത്തില്ലായിരുന്നു. അത് കാരണം അത് അത്ര ടേസ്റ്റൊന്നും ആയില്ല. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചെടുത്താൽ ഇത് ട്രഡീഷണലായിട്ടുള്ള അടപ്പായസം വെപ്പിൻ്റെ രീതിയൊന്നും അല്ല. പക്ഷെങ്കിൽ നമ്മൾ പായസം വെച്ച് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള അടപ്പായസം പ്രഥമൻ കിട്ടുകയും ചെയ്യും. പായസമല്ല, പ്രഥമൻ. നമ്മുടെ കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് വേണേ വിസിലിടാൻ. കാരണം എൻ്റെ ഈ കുക്കറിൽ 2 വിസിലാണ് ഞാനിതിനകത്ത് ഇടുന്നത്. ഒരുപാട് അട അങ്ങ് വെന്ത് അലിഞ്ഞു പോയാലും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വയ്ക്കാൻ. 2 വിസിലാണ് കണക്ക്. പിന്നെ ഒരുപാട് നല്ലതായിട്ട് ഇരിക്കുന്ന ഒരു കുക്കർ ഇതിപ്പോൾ ഇച്ചിരി പഴകിയതാട്ടോ, അത് കാരണം ഞാൻ പറഞ്ഞ 2 വിസിലിട്ട് ഞാൻ വേവിക്കുന്നത്. ശ്രദ്ധിച്ച് വേണം വേവിച്ചെടുക്കാൻ. 1 2 വിസിൽ, അതിലപ്പുറം പോരുത്. അപ്പോൾ ഞാനിത് കുക്കറിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എടുത്ത് നോക്കാം. അയ്യോ ചൂടാ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഇതുപോലെ ഒരു കിഴുത്തയുള്ള തവിയിൽ കോരിയിട്ട് പച്ചവെള്ളത്തിലോട്ടൊന്ന് മാറ്റിയിടാം. തണുത്ത വെള്ളമായത്, തണുത്ത വെച്ചാൽ റൂം ടെമ്പറേച്ചറിലെ വെള്ളം, ഫ്രിഡ്ജിൽ വെച്ചൊന്നുമല്ല. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളം മാറ്റി അട മാറ്റി എടുത്ത് വയ്ക്കാം. അപ്പോൾ ഓവറായിട്ട് വെന്ത് പോവാതെയും ഒക്കെ ഇരിക്കും. നല്ല കറക്റ്റായിട്ട് പാകത്തിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് പച്ചവെള്ളത്തിനകത്തോട്ട് മാറ്റിയിട്ടേക്കുന്നത്. ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളം ഊറ്റി എടുത്തു വയ്ക്കാം. പായസം വയ്ക്കാനായിട്ട് തുടങ്ങാം. കുറച്ച് ശർക്കര ഉരുക്കി എടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മധുരം എടുക്കാം. കുറച്ചധികം വെള്ളം ഒന്നും വേണ്ട. കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കി ഒന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അതുകൊണ്ട് ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി വേണ്ട, ഞാൻ പെട്ടെന്ന് ചുടവേറാണ്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്നങ്ങ് പറഞ്ഞു. വേണ്ട തന്നെ അമ്മ ചെയ്ത്. അങ്ങനെ അരിച്ചൊഴിക്കുമ്പോൾ ഒട്ടും കല്ലും മണ്ണൊന്നും വരത്തില്ല. അപ്പോൾ ശർക്കരപ്പാനി നമ്മളിവിടെ വേറെ പ്രഥമൻ വയ്ക്കുന്ന പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ വേവിച്ച അട ചേർക്കാം. നല്ല കട്ടിയായിട്ടിരിക്കാൻ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് കോരിയെടുത്ത് വെച്ചിരിക്കുന്ന അടയിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അട കറക്റ്റായിട്ട് വെന്ത് ഒന്നൊന്നേലൊട്ടാതെ ഇരിക്കുന്ന കണ്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ചെടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ആയതാണ്, അല്ലാതെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന എന്താ പറയണ്ടേ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം.
തവളക്കണ്ണ് തവളക്കണ്ണ്. സദ്യക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സാധനം കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. വേവിച്ചിട്ട് വേണം ഇതിനെ ശർക്കരയിലോട്ട് ഇടാൻ, അല്ലെങ്കിൽ ശർക്കര വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേവത്തില്ല. അത് ഞാനൊരു പ്രാവശ്യം പ്രഥമം വെച്ചതാണ്. അപ്പോൾ ഞാനിതുപോലെ ശർക്കരയ്ക്ക് അതങ്ങ് എടുത്തിട്ട്, അപ്പോൾ അമ്മ ഇതുപോലെ പറഞ്ഞ് ശർക്കര വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് വേവത്തില്ല. അതുകൊണ്ട് നന്നായി വേവിച്ചിട്ട് വേണം ഇതൊക്കെ ശർക്കരയിലോട്ട് ഇടാനായിട്ട്. ഇനി അത് ഒന്ന് തിളച്ചൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അടപ്രഥമൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ, അതായത് എൻ്റെ ഒക്കെ മനസ്സിൽ പിന്നെ പെട്ടെന്ന് വരുന്നത് ഞങ്ങളുടെ നാട്ടിലെ സദ്യകൾ വെച്ചാൽ കൊച്ചുനാളിലൊക്കെ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോഴേ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ പാചക വിദഗ്ധൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വാസിയേട്ടനാണ്. വാസിയേട്ടൻ്റെ സദ്യയുടെ പായസം ഐറ്റംസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. എവിടെ നോക്കിയാലും വാസിയേട്ടൻ്റെ ഒരു ടച്ച് കാണും. എന്ന് വെച്ചാൽ വാസിയേട്ടൻ്റെ കുക്കിങ്ങിൻ്റെ അടുത്തൊന്നും വരത്തില്ല, അത് വേറെ കാര്യം, അത് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ വാസിയേട്ടൻ്റെ സദ്യയിൽ പോകുമ്പോൾ പായസം ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അവർ അതിന് തലേ ദിവസം വാഴയിലയിൽ പിന്നെ അരിമാവെല്ലാം കുതിർത്ത്, അരിമാവ് കുതിർത്തല്ല, അരി അരച്ചിട്ട് അതിങ്ങനെ വാഴയിലയിൽ പരത്തിയിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങി, വെള്ളത്തിലാണോ ആവിയിലാണോ ഞാൻ സത്യമായിട്ട് ഓർക്കുന്നില്ല, തിന്നുന്ന ആ ശ്രദ്ധയ്ക്ക് ഞാനിതൊന്നും അന്ന് കണ്ട് ഓർക്കുന്നില്ല. അതിൽ പിന്നെ പുഴുങ്ങിയിട്ട്, ആവിയിലാന്ന് തോന്നുന്നു, ആവിയിൽ പുഴുങ്ങിയിട്ട് അത് പിന്നെ കഷ്ണമായിട്ട് മുറിച്ച് എടുത്തിട്ട് ആടെ തയ്യാറാക്കിയുള്ള പായസം വെപ്പം, അത് വേറെ ലെവല്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ പായസം കഴിച്ചാലും വാസിയേട്ടനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇളക്കാം. ഞാൻ പിന്നെ ഇതെന്താ പറയണ്ടേ, മിൽക്ക് മെയ്ഡും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒഴിച്ചു കേട്ടോ. ഇപ്രാവശ്യം തീർന്നു പോയോണ്ടല്ലേ അത് ഒഴിച്ചത്. ഇത് നല്ല കണ്ണാടി പോലെ അതായത് ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിലായിരിക്കണം. അതാണ് കറക്റ്റ് വേവുന്നതിൻ്റെ ഒരു പരുവ്, കറക്റ്റ് വേവ്. ഏതാ തവളക്കണ്ണ്. ഇനി നമുക്കിതിനകത്തോട്ട് പാല് ചേർക്കാനുള്ള സമയമായി. നമ്മൾ വാസിയേട്ടൻ്റെ അടപ്രഥമം വയ്ക്കാൻ തുടങ്ങിയിട്ട് പശുവും പാലാണ് ഒഴിക്കുന്നത്, ഞാൻ ഒഴിക്കുന്നത്. അതങ്ങനെയല്ല ചെയ്യുന്നത് അവരാരും. തേങ്ങാപ്പാൽ, ഒന്നും പാല്, രണ്ടാം പാൽ അങ്ങനെ ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റേതായ രീതിയായതുകൊണ്ട് പശുവും പാല് ഒഴിക്കുവാണ്. പറഞ്ഞല്ലോ, എൻ്റേതായ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയ ഒരു പായസമാണ്. ഇളക്കാം. ഞാൻ പിന്നെ ഇതെന്താ പറയണ്ടേ, മിൽക്ക് മെയ്ഡും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒഴിച്ചു കേട്ടോ. ഇപ്രാവശ്യം തീർന്നു പോയോണ്ടല്ലേ അത് ഒഴിച്ചത്. ഇനിയും തീ കുറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം, തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾക്ക് ചേർക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചുക്ക് പൊടിച്ചത്, ജീരകപ്പൊടി, പിന്നെ ഏലക്കാപ്പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. അതിലൊക്കെ ഞാൻ വാസിയേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വലിയ പണിയല്ലേ, അതുകൊണ്ടാണ്. ഇത്രയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഐറ്റംസ് വറുത്തിടാനുള്ള ഉണ്ടല്ലോ, വറുത്തിട്ടാൽ മതി. അപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണേ. ഇപ്പം മുന്തിരിയും പറങ്ങാണ്ടിയും ഇടേണ്ടത്. പറങ്ങാണ്ടി ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, പറങ്ങാണ്ടി പോലത്തെ നല്ല സാധനമൊക്കെ കണ്ടാൽ പിന്നെ എനിക്ക് അതങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ല. അതങ്ങ് തീർന്നു പോയി, ഞാൻ അറിഞ്ഞ പോലും ഇല്ല. അപ്പം ഞാൻ കുറച്ച് ബദാം ഇരിപ്പുണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. അപ്പോൾ അത് മുറിച്ച് ഇട്ടു. അപ്പം നമ്മൾ സാധാരണ പ്രഥമന് ഈ ബദാം ഇടാറില്ല, പറങ്ങാണ്ടി തേങ്ങാക്കൊത്തും ഇടുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇട്ടൊന്നുമില്ല. ഇല്ലാത്തതല്ല, തിന്നു തീർത്തതുകൊണ്ട്. മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. സദ്യ സ്റ്റൈൽ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ശർക്കര നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കര കളർ അനുസരിച്ച് ഇച്ചിരി വ്യത്യാസമൊക്കെ വരും കളർ. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലോ, നല്ല സ്റ്റൈലൻ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള പ്രഥമൻ വയ്ക്കുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ. മെത്തേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയൊന്നും അല്ലെങ്കിൽ കൂടെ ആ ടേസ്റ്റിൽ നമ്മൾ അവസാനം എത്തിച്ചേരും കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.